ജൂതന്മാരെ ഭയന്നുകൊണ്ട് ഹമാസ് ഒടുവിൽ ആ തീരുമാനം എടുക്കുകയാണോ, അല്ലെങ്കിൽ ഹമാസിന് എന്താണ് ഇസ്രായേൽ സംഭവിച്ചത്? ആദ്യം പറഞ്ഞത് തന്നെയാണ് വാസ്തവം. ഇസ്രയേൽ ഗസയിൽ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി ഫലസ്തീൻകാരെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ അടുത്ത പദ്ധതി. സൗത്ത് സുഡാനിലേക്ക് ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. അപ്പോൾ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇസ്രയേലിന് മുമ്പിലുണ്ട്. ഇത് നേരത്തെ തന്നെ ഇസ്രയേൽ അത് പുറത്ത് വിട്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ഐക്യരാഷ്ട്രസഭയിൽ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു സമ്മേളനം നടന്നിരുന്നു. അവിടെ ഈ 2 സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഇസ്രയേലിനെയും പലസ്തീനെ സൃഷ്ടിച്ചത് തന്നെ. കൃത്യമായി പറഞ്ഞാൽ അവിടെ ഒരു നദിക്കരയ്ക്ക് ഒരു നദിയാണ് 2 സ്ഥലങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത്. ആ നദിയുടെ ഒരു കരയിൽ ഇസ്രയേലും മറുകരയിൽ പലസ്തീനുമാണ്. അത് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ UN അംഗീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇസ്രയേൽ ജനത ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ചപ്പോൾ, ഫലസ്തീൻ ജനത അത് അംഗീകരിക്കുകയുണ്ടായില്ല. അവർക്ക് ഇസ്രയേലും ചേർന്ന വലിയൊരു വിഭാഗം, വലിയൊരു ഭൂപ്രദേശം അവരുടേതാകണം എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം. ഈ നദി ജോർദാൻ നദി എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ജോർദാൻ നദിയുടെ 2 കരകളിലാണ് ഒരെണ്ണം ഇസ്രയേൽ, ഒരെണ്ണം പലസ്തീനുമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ അന്ന് മുതൽ സംഘർഷം തുടങ്ങി. അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഫലസ്തീന് വേണ്ടിയിട്ട് ഇസ്രയേലിനെതിരെ പോരാട്ടം നടത്തി. പക്ഷേ ഇസ്രയേൽ പൊരുതി നിന്ന് അവസാനം ഇപ്പോൾ ഇസ്രയേലായി അവിടുത്തെ അനിഷേധ്യ ശക്തി. മറ്റ് ആൾക്കാർക്കും ഇപ്പോൾ ഇസ്രയേലിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒരു വെടിനിർത്തൽ കരാറിന് ഹമാസ് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നേരത്തെ ഈജിപ്തും ഖത്തറും കൂടി ചേർന്ന് ഒരു സമാധാന ചർച്ച നടത്തി ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്താനായിട്ട്. അപ്പോൾ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം കൂടി മുൻകൈ എടുത്താണ് ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഉള്ള ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്ക് മുൻകൈ എടുത്തത്. പക്ഷേ ഹമാസ് ആ ഒത്തുതീർപ്പിന് സന്നദ്ധമായിരുന്നില്ല. ഇസ്രയേൽ നിർദ്ദേശിച്ച ധാരണകൾ അവർ പാലിച്ചില്ല. പ്രത്യേകിച്ചും ബന്ദികളെ കൈമാറുന്ന കാര്യത്തിൽ ഈ ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശുന്ന ഒരു തന്ത്രമാണ് ഹമാസ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളെ വിട്ടുകിട്ടുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. പക്ഷേ ഇപ്പോൾ നിരുപാധികം ഹമാസ് ഈ ഒത്തുതീർപ്പ് ധാരണയ്ക്ക്, വെടിനിർത്തൽ ധാരണയ്ക്ക് സന്നദ്ധമായി എന്നുള്ളതാണ് പുതിയ വാർത്തകൾ. അതായത് ഇസ്രയേലിൻ്റെ ഭീഷണി അത് ശരിക്കും അങ്ങ് ഏറ്റു. ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കും, അതിനുള്ള അന്തിമ പോരാട്ടത്തിന് ഇറങ്ങിക്കൊള്ളൂ എന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആഹ്വാനം ഹമാസിനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അവർ നിരുപാധികമായി ഈ വെടിനിർത്തലിന് സന്നദ്ധമായി, കൃത്യമായി പറഞ്ഞാൽ 60 ദിവസത്തെ വെടിനിർത്തലിനാണ് സന്നദ്ധമായിരിക്കുന്നത്. അതുമാത്രമല്ല, ഹമാസിൻ്റെ പിടിയിലുള്ള ഏതാണ്ട് 50ഓളം ബന്ദികളുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിൽ ഏതാണ്ട് 27ഓളം പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. അതിൽ 18 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ട്. ഇവരെ വിട്ടുകിട്ടണം. ബാക്കി ഏതാണ്ട് 20ഓളം പേരെ 2 ബാച്ചുകളിലായി മോചിപ്പിക്കും എന്നുള്ളതാണ് ഹമാസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. അത് പാലിക്കപ്പെട്ടാൽ ഒരു പക്ഷേ ഇനി ഈ ഗസയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധക്കെടുതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അജണ്ടയിലുള്ളത്. ഹമാസിനെ ഏതാണ്ട് മറ്റ് മുൻകാലങ്ങളിൽ ഹമാസിനെ അല്ലെങ്കിൽ പലസ്തീനെ പിന്തുണച്ചിരുന്ന രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതും ഹമാസിനെ ഇപ്പോൾ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഉച്ചകോടിയിൽ, അതായത് 2 സ്റ്റേറ്റ്സ് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉച്ചകോടിയിൽ അറബ് ലീഗ് പോലും ഹമാസ് ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, പലസ്തീൻ പ്രധാനമന്ത്രിയും ഈ ഒരു നിലപാടാണ് എടുത്തത്. ഹമാസ് പൂർണ്ണമായും ഗസയിൽ നിന്ന് ഒഴിയണം, അവർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണം, ആയുധങ്ങൾ പലസ്തീന് കൈമാറണം. അതേപോലെ ഇസ്രായേൽ സേനയും അവിടെ നിന്ന് സേനാ പിന്മാറ്റം നടത്തണം എന്നുള്ളതാണ് പലസ്തീൻ പ്രധാനമന്ത്രി ഉന്നയിച്ചത്. എന്നാൽ ഇസ്രായേൽ നിലവിൽ അവിടുന്ന് സേനയെ പിൻവലിക്കുമെന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അവർ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇനി അവിടെ ഹമാസ് അവിടെ വേണ്ട, അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും അവിടെ വേണ്ട, അവിടെ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ അധീനതയിൽ വരണം എന്നുള്ള സൈനിക നടപടിക്കാണ് ഇസ്രായേൽ തുടക്കമിട്ടിരിക്കുന്നത്. അത് പൂർത്തിയാകാതെ അടങ്ങില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായും. ഇപ്പോൾ ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ
ഈ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ അവിടുന്ന് സേനയെ പിൻവലിക്കാത്ത തരത്തിലുള്ള നിലപാടുകൾ തുടർന്നാൽ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കും, അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമെന്നാണ് ഫ്രാൻസ് അടക്കമുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്. നിലവിൽ അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന് പ്രത്യക്ഷ പിന്തുണ നൽകി കൂടെയുള്ളത്. മറ്റ് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ഒരു മാനുഷിക പ്രശ്നം, അല്ലെങ്കിൽ അവിടെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അനുഭവിക്കുന്ന ദാരിദ്ര്യം, അതേപോലെ തന്നെ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി വലിയൊരു വിഭാഗം രാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ വലിയൊരു സമ്മർദ്ദം ഇസ്രായേലിൻ്റെ മേൽ ചുമത്തുന്നുണ്ട്. എന്നാലും ഇസ്രായേൽ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗസയിൽ അവർ ആരംഭിച്ച ദൗത്യം അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഹമാസ് വെടിനിർത്തൽ, അതിന് സമാധാന സന്ധിക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുമ്പോൾ പോലും ഇസ്രായേൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയ സംഗതിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസ് ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്, ഇത്തരത്തിലൊരു സമാധാന സന്ധിയിലേക്ക് എത്തിച്ചേരാൻ ഹമാസ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലാണ് ഉള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിനെ കാലങ്ങളായി പിന്തുണച്ചിരുന്ന പല രാഷ്ട്രങ്ങളും അവിടുത്തെ ഗസയിലെ അല്ലെങ്കിൽ പലസ്തീനിലെ യഥാർത്ഥ വില്ലൻ ഹമാസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ പേരിൽ അവരെ തള്ളിപ്പറയുന്ന ഒരു നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹമാസ് അവരും ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ നേതൃത്വം ഓരോന്നായിട്ട് അവരുടെ നേതാക്കളെ ഇസ്രയേൽ ഇതിനോടകം ഇല്ലാതാക്കി കഴിഞ്ഞു. ഹമാസിന് വരുന്ന ധനം, അതിൻ്റെ പണസ്രോതസ് ഇപ്പോൾ ഇറാനിൽ നിന്നാണ് ഏറ്റവും വലിയ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ ഇറാനിൽ വലിയ ഒരു സൈനിക തിരിച്ചടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായും ആയുധപരമായിട്ടും ഹമാസ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളും അവർ ഇപ്പോൾ കുറച്ചുകൂടി തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ഹമാസ് എന്തിനു വേണ്ടിയാണ് തങ്ങളെ ആട്ടിൻപറ്റം കണക്കെ ഇങ്ങനെ കൊണ്ടു നടന്നതെന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഗസയിലുള്ള സാധാരണക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ ഒരു പിന്തുണ, ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ ഹമാസിന് കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇനി ഗസയിൽ ഇപ്പോൾ വെടിനിർത്തൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനാണ് സമ്മതം അറിയിച്ചിട്ടുള്ളത്. നിലവിലുള്ള അവിടെയുള്ള ഒരു ക്രൈസിസ്, വളരെ അതിസങ്കീർണമായ ജീവിത യാതനകൾ, കുട്ടികളടക്കമുള്ളവർ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം തന്നെ ഇസ്രയേൽ ഇതുകൊണ്ട് അവരുടെ സൈനിക ദൗത്യം അവസാനിപ്പിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഈ പലസ്തീൻകാരെ, ഗസയിലുള്ള മുഴുവൻ പലസ്തീൻകാരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് പൂർണ്ണമായും ആ പ്രദേശം ഇസ്രയേലിൻ്റെ കൈവശം അല്ലെങ്കിൽ വരുതിയിൽ നിർത്താനായിട്ടുള്ള ശ്രമങ്ങളുമായി അവരും മുന്നോട്ട് പോകുന്നുണ്ട്.